ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇബ്രൂസ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് തേങ്ങ ഇല്ലാണ്ട് ഒരു മീൻ കറി വെക്കാൻ പോകുന്നു. തേങ്ങ മുളകരച്ച കറി പോലെ തന്നെ ഇരിക്കും, പക്ഷേ തേങ്ങ ഇല്ലാണ്ടാണ്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്, 2-3 ചോള വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, ഉള്ളി എടുക്കുന്നുണ്ട്. ഞാൻ ഇത്തിരി കറി വെക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്തിരി എല്ലാം എടുത്തേക്കണത്. ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വെക്കുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ സാധനങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ചട്ടിയൊക്കെ ചൂടാൻ വെച്ചു. ചട്ടിയൊക്കെ ചൂടായി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. ഉലുവ പൊട്ടിച്ചായിരുന്നു. ഉലുവയൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അടിച്ചു വെച്ചേക്കണ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അത് ഞാൻ ഇതിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചു. അതിലേക്ക് അതിൻ്റെ ഒപ്പം തന്നെ 2-3 അല്ലി ഇതിടുന്നുണ്ട്, വേപ്പില ഇടുന്നുണ്ട്. അല്ലാണ്ട് കുറേ വാരിയൊന്നും ഇടുന്നില്ല, 2-3 അല്ലി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതും ഇട്ട് ഒരു തക്കാളി എടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗം ഞാൻ വെക്കുന്ന കറിക്ക് അത്രേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ പകുതി തക്കാളി ആഡ് ചെയ്യുന്നുള്ളൂ. അതും ആഡ് ചെയ്ത് ചെറിയ രീതിയിൽ നല്ല രീതിയിൽ മൂപ്പിച്ചതിന് ശേഷം നല്ലോണം ഉടച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടുന്നുണ്ട്. എനിക്ക് കണക്ക് പറഞ്ഞു തരാനായിട്ട് ഇപ്പോൾ അറിയില്ല, അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ ഒരു അളവിന് ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ തീ കൂട്ടി വെച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ മൂപ്പിച്ചെടുക്കുന്നത്. അപ്പം ഞാനെന്ത് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്തു. അപ്പോൾ അത് ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട്, തീ ഓഫ് ചെയ്തതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം ആ ചട്ടിക്കൊരു ചൂടുണ്ട്, ആ ചൂട് ആറണ വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് എന്താ പറയുക, ആ ഒരു മസാല ശരിക്കും മൂത്തും കിട്ടും. നമ്മൾ ആ ചൂട് ഓഫ് ചെയ്ത് ആ ചട്ടി എത്ര ചൂടാറുന്നു അത്രയും ആ ഉള്ളിയും മസാല എല്ലാം നല്ല രീതിയിൽ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ മസാല ചൂടാറിയതിന് ശേഷമാണ് നമ്മുടെ കലാപരിപാടി. വേറൊന്നുമല്ല, ചിലർക്കൊക്കെ അറിയാവുന്നത് തന്നെയായിരിക്കും. ഞാനപ്പോൾ വെച്ചപ്പോൾ ചെറുതായിട്ടൊരു വീഡിയോ എടുത്ത് ഇട്ടുവെന്നുള്ളൂ. നന്നായിട്ട് ചൂടാറിക്കാൻ ഇപ്പോൾ കണ്ട മസാലയൊക്കെ നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറിക്കാൻ ഇപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളി ചതച്ച മിക്സിയിലൊക്കെ തന്നെയാണ് ഇടുന്നത്. അതിലേക്ക് ആ മസാലയൊക്കെ ഇട്ട് ആ ചട്ടിയിലൊക്കെ ഒന്ന് ജസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി അതിലൊഴിച്ച് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അതേ ചട്ടിയിലേക്ക് തന്നെയാണ് കറിയും വെക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ വേറെ ഇനി താളിക്കലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ മസാല അതിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ ഞാൻ ഇത്തിരി മീൻ വെക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി ചാറേ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇടുന്നുണ്ട്. കറിവേപ്പില ഇട്ട് പുളിയും ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്കത് ചൂടാവാനായിട്ട് വെക്കാം. അപ്പം ഞാൻ കൊഴുവയാണ് എടുത്തേക്കുന്നത്. ഇതിനെന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു കേട്ടോ വേറെ, അപ്പോൾ എനിക്കത് കിട്ടണില്ല. അപ്പോൾ കൊഴുവയൊക്കെ നല്ല രീതിയിൽ മീൻ കറി ഇച്ചിരി തിളച്ച് ഉപ്പും പുളിയൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് മീനിട്ടത് കേട്ടോ. അതൊക്കെ ഇട്ട് മീനിട്ട് നല്ല രീതിയിലൊന്ന് ഇത്തിരി നേരം മൂടി വെച്ച് തിളപ്പിച്ചു. ബാക്കി മീൻ ഞാൻ മസാല വെച്ചു. ഇവിടെ പൊരിച്ചതിനാണ് പ്രാധാന്യം കൂടുതൽ, അപ്പോൾ ഞാൻ ഇത്തിരി കറി വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് ഒഴിക്കേണ്ട ആവശ്യമില്ല, നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മൂപ്പിച്ച് കാരണം വെളിച്ചെണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാലും ലാസ്റ്റ് കറി ഓഫ് ചെയ്യണതിന് മുമ്പല്ല, ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വെച്ചത്, വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞു. നമ്മുടെ കറി ഇവിടെ സെറ്റായി.